എല്ലാവർക്കും പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് 99-ാമത്തെ ശ്ലോകം നോക്കാം. അതിൽ ഒരു കഥയുണ്ട്. സത്യഭാമയുടെ കൊട്ടാരത്തിൻ്റെ മുൻപിൽ പാരിജാത വൃക്ഷം നട്ട് കൊടുത്ത ഒരു കഥയാണ് പറയണത്. ദ്വാർവത്യാം ഭവനേഷു തേഷു 16,000 മൂർത്തിയായി ശ്രീഭർത്താവിനെ നിന്നെ നിർമ്മല ഗുണാൻ വെവ്വേറെ കൈകൂപ്പിനേൻ. സാപത്ന്യം തടവും മഹേന്ദ്രനെയുടൻ ജിത്വാഹരിച്ചങ്ങഹോ സാമർഥ്യത്തൊടു സത്യഭാമയുടനെ പൂങ്കാവു കൽപ്പദ്രുമം. ദ്വാർവത്യാം തേഷു ഭവനേഷു എന്ന് വച്ചാൽ ദ്വാരകയിലുള്ള അവരുടെ ഭവനങ്ങളിൽ. ആരുടെ ഭവനങ്ങൾ? 16,000 സ്ത്രീകളെ അവിടെ പാർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൂല്ലേ കഴിഞ്ഞ പ്രാവശ്യം ശ്ലോകം ചൊല്ലിയപ്പോൾ. അപ്പോൾ ഭഗവാൻ 16,000 സ്വരൂപങ്ങളും എടുത്തിട്ട് ശ്രീഭർത്താവിനെ നിർമ്മല ഗുണാൻ നിന്നെ ലക്ഷ്മീനാഥനായ സാത്വിക ഗുണങ്ങളോട് കൂടിയ ഈ നിസ്സംഗനായ ഭഗവാനെ വെവ്വേറെ അങ്ങനെയുള്ള ഈ നിസ്സംഗനായ ഈ ഭഗവാനെ വെവ്വേറെ കൈകൂപ്പിനേൻ എന്ന് ഓരോ ഭവനങ്ങളിലും ഓരോ സ്വരൂപമെടുത്ത് ഓരോരുത്തരെയും ആനന്ദിപ്പിക്കുന്ന ഈ ഭഗവാനെ വേറെ 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 കൂപ്പുന്നേൻ എന്നാണ് പറയണത്. പിന്നെ സാപത്ന്യം എന്ന് പറഞ്ഞാൽ ശത്രുത. ദേവേന്ദ്രന് ആർക്കും ഒന്നും കാണാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഇവൻ എന്നെ ജയിക്കാനാണോ എന്നൊരു സംശയമാണ്, എപ്പോഴും സംശയമാണ്. അതാണ് ആ കസേര പോവുമോ എന്നുള്ളൊരു പേടിയാണ് ഈ ഇന്ദ്രന്. അതാണ് സാപത്ന്യം ഉടൻ തടവും, പെട്ടെന്ന് ബാധിക്കും ശങ്ക, പേടി, അതുപോലെ ശത്രുത ഒക്കെ ഈ ഇന്ദ്രന് വേഗം വരും മനസ്സിൽ എന്നാണ് പറയണത്. അതാണ് സാപത്ന്യം തടവും മഹേന്ദ്രനെയുടൻ. മഹേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ. ജിത്വാ ജയിച്ചിട്ട്. ആ മഹേന്ദ്രനെ എന്തിനാ ഭഗവാൻ ജയിച്ചത്? സത്യഭാമ ഈ നരകാസുരൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുത്രനാണ് എന്ന് കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ. അപ്പോൾ വരാഹാവതാര കാലത്താണ് ഭഗവാന് ഭൂമിദേവിയിൽ ഈ നരകാസുരൻ എന്ന മകനുണ്ടായത്. വരാഹായിട്ട് അവതരിച്ച് ഭൂമിദേവിയെ ഭഗവാൻ തേറ്റയിൽ പൊക്കി ഉയർത്തി കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കുകയല്ലേ ചെയ്തത്, അസുരൻ തട്ടിക്കൊണ്ടുപോയ സമയത്ത്. ആ സമയത്ത് ഭഗവാന് ഭൂമിദേവിയിലുണ്ടായ പുത്രനാണ് ഈ നരകാസുരൻ. അമ്മയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാന് അവനെ നിഗ്രഹിക്കാൻ കഴിയൂ. ഭഗവാൻ ഭൂമിദേവിക്ക് വാക്ക് കൊടുത്തിരുന്നു എന്നാണ് പറയണത്, നിൻ്റെ അനുവാദം ഇല്ലാതെ ഞാൻ അവനെ വധിക്കില്ല എന്ന്. അപ്പോൾ ഗർവിഷ്ഠനും മഹാശക്തനും ഒക്കെ ആയി ഈ നരകൻ. ഈ നല്ലതെന്ത് എന്തും തട്ടിപ്പറിക്കും. ആർക്കും ഒന്നും നല്ലത് കാണാൻ പാടില്ല, അതൊക്കെ എനിക്ക് വേണം എന്നാണ് നരകാസുരൻ്റെ ഒരു നിർബന്ധം. അതൊക്കെ തട്ടിപ്പറിച്ച് കൊട്ടാരത്തിൽ സൂക്ഷിക്കും. അങ്ങനെയാണ് ഈ സുന്ദരികളായ 16,000 രാജകന്യകമാരെ ബലാത്കാരേണ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ താമസിപ്പിച്ചത്. ഇത് അങ്ങനെ നരകൻ്റെ ഒരു വിനോദമായിരുന്നു. സുന്ദരികളെ എവിടെ കണ്ടാലും പിടിച്ചു കൊണ്ടുപോയി ആ കൊട്ടാരത്തിൽ അങ്ങോട്ട് പൂട്ടിയിടും. അതാണ് നരകൻ്റെ ഒരു വിനോദം. അപ്പോൾ ഒരിക്കൽ ദേവലോകത്ത് ചെന്നിട്ട് അതിഥി ദേവിയുടെ, ദേവമാതാവാണ് അതിഥിയുടെ കുണ്ടലം മോഷ്ടിച്ചു, തട്ടി. വരുണൻ്റെ വെൺകൊറ്റക്കുട തട്ടിയെടുത്തു. അതുപോലെ മണിപർവ്വതം ഒക്കെ എല്ലാ അമൂല്യ വസ്തുക്കളും അപഹരിച്ച് കൊണ്ടുപോയി. ഇന്ദ്രന് ആകപ്പാടെ വിഷമായി ഭഗവാനോട് ദ്വാരകയിൽ ചെന്ന് പരാതി പറഞ്ഞു. ഭഗവാനോട് സങ്കടം ഉണർത്തിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? ഭൂമിദേവിയുടെ അവതാരമാണല്ലോ സത്യഭാമ. അപ്പോൾ ആ സത്യഭാമയെയും കൂട്ടി ഗരുഡൻ്റെ പുറത്ത് കയറി
പ്രാഗ്ജ്യോതിഷപുരം എന്നാണ് നരകൻ്റെ കൊട്ടാരത്തിൻ്റെ പേര്. ആ പ്രാഗ്ജ്യോതിഷപുരത്തിൽ എത്തി. അവിടെ അനേകം ദുർഗങ്ങളുണ്ട്. കൊട്ടാരത്തിലേക്ക് അത്ര പെട്ടെന്നൊന്നും ആർക്കും കടക്കാൻ പറ്റില്ല. ഗിരിദുർഗം, അസ്ത്രദുർഗം, അതുപോലെ ജലദുർഗം, അഗ്നിദുർഗം, വായുദുർഗം, ഇങ്ങനെ ഉള്ള ദുർഗങ്ങളെല്ലാം ഭഗവാൻ ഭേദിച്ച് കോട്ടയുടെ അടുത്തെത്തി. കാവൽക്കാരൻ മുരൻ എന്ന് പറഞ്ഞാൽ ഈ പ്രാഗ്ജ്യോതിഷപുരത്തിൻ്റെ കാവൽക്കാരനായിരുന്നു മുരാസുരൻ. ആ മുരാസുരനെ കൊന്നു. അതാണ് മുരാരി എന്ന പേര് ഭഗവാന് വന്നത്. അവനെ നിഗ്രഹിച്ചു. അത് കഴിഞ്ഞ് അവൻ്റെ മക്കളെയും നിഗ്രഹിച്ചു. ഇത് കണ്ടിട്ട് നരകാസുരൻ അങ്ങോട്ട് ക്രോധം വന്നിട്ട് അലറി വന്നു ഭഗവാന്റെ അടുത്തേക്ക്. അന്തകനെ പോലെ ഭഗവാന്റെ അടുത്തേക്ക് അലറിക്കൊണ്ട് വന്നു. പിന്നെ ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നു അവർ തമ്മിൽ. കുറച്ച് നേരം കൊണ്ട് ആ സൈന്യങ്ങളെല്ലാം ഭഗവാൻ നശിപ്പിച്ചു. നരകനുമായിട്ട് യുദ്ധം ചെയ്ത് ചക്രായുധത്താൽ നരകൻ്റെ ശിരസ് അറുത്തു. ചക്രായുധം കൊണ്ട് ഭൂമിയിൽ വീഴ്ത്തി. നരകൻ്റെ മാതാവാണല്ലോ ഭൂമിദേവി. ആ ഛത്രകുണ്ടലാദികൾ, ഈ ദേവന്മാരോട് തട്ടിപ്പറിച്ചെടുത്ത സാധനങ്ങളെല്ലാം ഭൂമിദേവി ഭൂമിയെ അനുഗ്രഹിച്ച് ഭൂമിക്ക് കൊടുത്തല്ലോ. ഛത്രകുണ്ടലാദികൾ ഭൂമി ഭഗവാന്റെ പാദത്തിൽ വച്ച് നമസ്കരിച്ചു, സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ഭൂമിയെ അനുഗ്രഹിച്ച് ഭഗവാൻ കൊട്ടാരത്തിന് പ്രാഗ്ജ്യോതിഷപുരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അപ്പോൾ ആണ് ഈ 16,000 രാജകന്യകമാരെ, നരകൻ്റെ നിബന്ധനയിൽ അങ്ങനെ കഴിഞ്ഞിരുന്ന ഈ കന്യകമാരെയൊക്കെ ഭഗവാൻ കണ്ടത്. അവർ ഭഗവാനെ നമസ്കരിച്ചു ശരണം പ്രാപിച്ചു. അപ്പോൾ കരുണാനിധിയല്ലേ ഭഗവാൻ, അവിടുന്ന് എല്ലാവരെയും സ്വീകരിച്ച് വാഹനങ്ങളിൽ ദ്വാരകയിലേക്ക് അയച്ചു എന്നാണ് പറയണത്. അപ്പോൾ പണ്ട് നിരപരാധിയായ സീതയെ, അതും ഗർഭിണിയായിരുന്ന സീതയെ പരജനങ്ങളുടെ അപവാദം കേട്ടിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നു ശ്രീരാമന് അല്ലേ? അതിനൊരു പ്രായശ്ചിത്തമായിട്ടാണോ ഈ അവതാരത്തിൽ പരാധീനത്തിൽപ്പെട്ട് കിടന്നിരുന്ന ഇത്രയും കന്യകമാർ, അവർക്ക് ചീത്തപ്പേര് ഇവിടെ പുറത്തേക്ക് വന്നാൽ അവർക്ക് ചീത്തപ്പേര് എന്തായാലും കേൾക്കും. അപ്പോൾ ഭഗവാൻ അവർക്ക് ശരണം കൊടുത്തു. 16,000-ത്തിലധികം പേർക്കും ഭഗവാൻ, അവരെ മുഴുവൻ ഭഗവാൻ സ്വീകരിച്ചു. 16,000 സ്വരൂപം എടുത്തു എന്നാണ് ആചാര്യന്മാർ പറയണത്. പിന്നെ ഭഗവാൻ ഭാമാസമേതനായിട്ട് സ്വർഗത്തിൽ ചെന്ന്, അവിടെയാണ് ഈ പാരിജാതത്തിൻ്റെ കഥ പറയണത്. സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ അതെന്തിനാ പോയത്? ഈ ദേവേന്ദ്രൻ്റെ ഛത്രകുണ്ടലങ്ങൾ, അതിഥിയുടെ കുണ്ടലങ്ങൾ ഒക്കെ ഇന്ദ്രനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനും ഭാമയും കൂടി പോയത്. അവിടെ ഏൽപ്പിച്ചിട്ട് ദ്വാരകയിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരണ വഴിക്ക് സത്യഭാമയ്ക്ക് പാരിജാതം കണ്ടപ്പോൾ വല്ലാത്ത മോഹം. പാരിജാത വൃക്ഷം നമ്മുടെ കൊട്ടാരത്തിനും വേണം, നമ്മുടെ കൊട്ടാരത്തിൻ്റെ മുമ്പിലും പാരിജാതം വേണം എന്ന് ഭാമയ്ക്ക് ഭയങ്കര മോഹം. അപ്പോൾ അതും സാധിച്ചു കൊടുത്തു. അത് ഇന്ദ്രനിഷ്ടായില്ല. പാരിജാതം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഇന്ദ്രന് തീരെ സമ്മതം ഉണ്ടായിരുന്നില്ല. ഇന്ദ്രൻ എതിർത്തു. അതാണ് ഇന്ദ്രൻ്റെ കാര്യം. അപ്പോൾ ഇപ്പം ഭഗവാൻ എത്ര കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്ത് നരകാസുരനെയും മുരാസുരനെയും ഒക്കെ വധിച്ച് ഭഗവാനോട് സങ്കടം ഉണർത്തിച്ചു വന്നിട്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റി, ഒന്ന് സഹായിക്കണം എന്ന് വന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ പോയി സഹായിച്ചത് അല്ലേ? എന്നിട്ട് തിരിച്ചു പോരുമ്പോൾ ഒരു ചെടിയുടെ ഒരു കൊമ്പോ അല്ലെങ്കിൽ ഒരു തയ്യോ വേണം എന്ന് പറഞ്ഞു ഭഗവാൻ അതെടുത്തപ്പോഴത്തേനും ഇന്ദ്രന് വിരോധമായി. അതാണ് ഇന്ദ്രൻ എന്ന് പറയണത്. അപ്പോൾ ഇന്ദ്രൻ ഭഗവാനോട് യുദ്ധത്തിന് വന്നു എന്നാണ് പറയണത്. അതാണ് ഇന്ദ്രൻ്റെ സ്വഭാവം.
പാരിജാത വൃക്ഷം സത്യഭാമ കൊതിച്ചു. അതിന് വിസമ്മതിച്ച ഇന്ദ്രനെ ഭഗവാൻ ജയിച്ചു. ഭഗവാൻ ജയിക്കും, അത് എല്ലാവർക്കും അറിയാലോ. ഇന്ദ്രനായാലും ഭഗവാൻ ജയിച്ചിരിക്കും അവരെ. അങ്ങനെ വൃക്ഷം ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു സത്യഭാമയുടെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് അത് സ്ഥാപിച്ചു എന്നാണ് പറയണത്. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പൂന്താനവും പറയണത്. അടുത്ത ശ്ലോകം ഇതുപോലെ നൃഗൻ്റെ കഥയാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. അതും ഇതുപോലെ കുറച്ച് കഥ പറയാനുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.